Welcome back to Bosco Campus Vision. This is the 31st lecture of Introduction to Programming, topic Decision Statements, Part 2. In the previous lecture, we are discussing what is a decision-making statement. A decision-making statement is a programming language that helps the programmer to transfer the control from one part to other parts of a program. These decision-making statements facilitate the programmer in determining the flow of control. This involves a decision-making condition to see whether a particular condition is satisfied or not. On the basis of real-time applications, it is essential to alter the flow of a program, to test the logical conditions, and to control the flow of execution as per the selection. The if statement contains an expression which is evaluated. If the condition or expression is true, it returns 1, otherwise 0. The statement is executed when the condition is true. If the condition is false, the compiler skips the lines within the if block. The condition is always enclosed within a pair of parentheses. The statements following the if statement are normally enclosed within the curly braces. The curly braces indicate the scope of the if statement. The default scope is one statement. അതായത് നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് എക്സ്പ്രഷൻ കൊടുക്കും. ആ എക്സ്പ്രഷൻ കൊടുക്കുന്നത് ട്രൂ ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യും 1 എന്നും, ഇല്ല ഫോൾസ് ആണെങ്കിൽ എന്തായിരിക്കും 0 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആയിരിക്കണം. പിന്നെ എപ്പോഴും നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഒരു പാരാന്തസിസ് ഓപ്പൺ ചെയ്യും. അതിൻ്റെ അകത്തായിരിക്കും സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുന്നത്. ആ പാരാന്തസിസ് നമ്മൾ ക്ലോസ് ചെയ്യും. ആ കേർലി ബ്രേസസ് ആയിരിക്കും ആ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. നോക്കി, ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ജനറൽ സിൻറ്റാക്സ് ആണ്. ഇങ്ങനെ ആയിരിക്കും നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ യൂസ് ചെയ്യുന്നത്. ഒരു കണ്ടീഷൻ ഇഫിൻ്റെ അകത്ത് എന്താണ് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണേൽ കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ വേറൊരു തരത്തിൽ എഴുതുന്നത് ഇഫ് എക്സ്പ്രഷൻ, ആ കൊടുക്കുന്ന ഒരു എക്സ്പ്രഷൻ കൊടുത്തതിന് ശേഷം കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2, ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ സെമിക്കോളൻ ഇടണം, കേർലി ബ്രേസ് ക്ലോസ് ചെയ്യണം, അടുത്ത വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ജനറൽ സിൻറ്റാക്സ് എന്ന് പറയുന്നത് ഇഫ് കണ്ടീഷൻ്റെത്. ഇഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ കൊടുക്കാം, എത്ര വേണമെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കാം. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോഴും എന്ത് വേണം, സെമിക്കോളൻ കൊടുക്കണം. പക്ഷേ ഇഫിൻ്റെ അകത്ത് നമ്മൾ കണ്ടീഷൻ കൊടുത്താലോ അല്ലെങ്കിൽ ഇഫിൻ്റെ അകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കൊടുത്താലോ നമ്മൾ എന്ത് ചെയ്യരുത്, സെമിക്കോളൻ യൂസ് ചെയ്യരുത്. ആദ്യം കൊടുത്തേക്കുന്ന സിൻറ്റാക്സ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഇഫ് കണ്ടീഷൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തേക്കുന്നത്. ഇഫ് കണ്ടീഷൻ, പിന്നെന്താണ് എത്ര സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് വെച്ചാൽ അത്ര ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും, പിന്നെന്താണ് വേറെ, അതായത് ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിലാണ് രണ്ടാമത്തെ സിൻറ്റാക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇഫ് എക്സ്പ്രഷൻ ബ്രേസസ് ഓപ്പൺ ചെയ്ത് ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തു, സെമിക്കോളൻ ഇട്ടു, ആ ബ്രേസ് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ രണ്ടാമത്തെ സിൻറ്റാക്സ് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴായിരിക്കും ഈ രണ്ടാമത്തെ സിൻറ്റാക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എന്താണ്, ഇഫ് കണ്ടീഷൻ ഓപ്പൺ ബ്രേസ് സ്റ്റേറ്റ്മെൻറ്റ് 1 സെമിക്കോളൻ സ്റ്റേറ്റ്മെൻറ്റ് 2 സെമിക്കോളൻ ബ്രേസ് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. നോക്കി, ഇഫ് കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ മാത്രം സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഈ റെപ്രസെൻറ്റേഷൻ്റെ അകത്ത് ട്രൂ ആണെങ്കിൽ മാത്രം, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഇല്ല ഫോൾസ് ആണെങ്കിൽ ആ 2 സ്റ്റേറ്റ്മെൻറ്റിന്, അതായത് ആ പാരാന്തസിസിൻ്റെ വെളിയിൽ വരും. അതാണ് നമ്മൾ പറഞ്ഞായിരുന്നത്, ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പാരാന്തസിസ് ആണ് അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞേക്കുന്നത്. ട്രൂ ആണെങ്കിൽ മാത്രം ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ സ്കിപ്പ് ചെയ്യും. ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു സിമ്പിൾ പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എ പ്രോഗ്രാം ടു ചെക്ക് വെദർ ദ നമ്പർ ഈസ് ലെസ് ദാൻ 10. അതായത് നമ്മൾ കൊടുക്കുന്ന നമ്പർ 10നേക്കാട്ടിൽ കുറവാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് കൊടുത്തേക്കുന്നത്. ആ പ്രോഗ്രാം ശ്രദ്ധിച്ചേ. മെയിൻ ഫംഗ്ഷൻ ബ്രേസ് ഓപ്പൺ ചെയ്തു, ഇൻറ്റീജറായിട്ട് n എന്ന് പറഞ്ഞ ഒരു വേരിയബിളിനെ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത് കൊടുത്തേക്കുന്നു. ക്ലിയർ സ്ക്രീൻ കൊടുത്തേക്കുന്നു. പ്രിൻ്റ്എഫിൻ്റെ അകത്ത്, അതായത് നമ്മുടെ ഔട്ട്പുട്ടിൽ വരാൻ വേണ്ടി എൻ്റർ ദ നമ്പർ എന്ന് നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൻ്റെ അകത്ത് വരാൻ വേണ്ടി കൊടുത്തേക്കുകയാണ്. സ്കാൻഎഫിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തേക്കുന്ന ഈ ലിമിറ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടി, അതായത് നമ്മുടെ കീബോർഡിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കാൻഎഫിൽ കൊടുത്തേക്കുന്നത്.
കൊടുത്തേക്കുന്നത്. ഇൻറ്റീജിയർ ആയിട്ടുള്ള വേരിയബിൾ ആയതുകൊണ്ട് %d, ആമ്പർസാൻഡ് n കൊടുത്തേക്കുന്നത് എന്താണ്, നമ്മൾ സ്കാനഫിൻ്റെ അകത്ത് റീഡ് ചെയ്യാൻ കൊടുത്തേക്കാണ്. നമ്മൾ എത്ര നമ്പർ ലിമിറ്റാണോ കൊടുക്കുന്നത് ആ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്കാനഫിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. ഇനി നോക്കിയ കണ്ടീഷനാണ് ഇഫ് n <10, അതായത് നമ്മൾ കൊടുക്കുന്ന നമ്പർ 10-നേക്കാട്ടിൽ കുറവാണെങ്കിൽ ആ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. ആ ഇഫ് കണ്ടീഷൻ കൊടുക്കുന്ന കണ്ടോ, നമ്മൾ കൊടുത്തേക്കുന്ന നമ്പർ അതായത് 5 എന്നുള്ളൊരു നമ്പർ ആണെങ്കിൽ ആ 5 <10, 10-നേക്കാട്ടിൽ കുറവാണ് 5 എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് ആ താഴത്തത് പ്രിൻ്റ് ചെയ്യണം ദ നമ്പർ, ആ കൊടുത്ത ഏതോ നമ്പർ ഈസ് <10 എന്ന്. അപ്പോൾ ഇതാണ് എന്ത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ, സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു സാമ്പിൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. നോക്കിയ സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂട്ട് തന്നെയാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് 2 ഓപ്ഷൻസ്, വൺ ഫോർ ദ ട്രൂ ആൻഡ് വൺ ഫോർ ദ ഫോൾസ് കണ്ടീഷൻ. അപ്പോൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിന് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് എന്താണ് ട്രൂ കണ്ടീഷനും പിന്നെന്താണ് ഒന്ന് ഫോൾസ് കണ്ടീഷനും വേണ്ടിയിട്ട്. ഇറ്റ് ഹാസ് 2 ബ്ലോക്സ്. വൺ ഈസ് ഫോർ ഇഫ് ആൻഡ് ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് വെൻ ദ കണ്ടീഷൻ ഈസ് ട്രൂ. ഓൾസോ ദ അതർ ബ്ലോക്ക് ഈസ് ഓഫ് ദ എൽസ് ആൻഡ് ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് വെൻ ദ കണ്ടീഷൻ ഈസ് ഫോൾസ്. അപ്പം നമ്മൾ പറഞ്ഞു ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിന് 2 ബ്ലോക്സ് ആണുള്ളത്. ഇഫ് ബ്ലോക്കും ഉണ്ട്, എൽസ് ബ്ലോക്കും ഉണ്ട്. ഇഫ് ബ്ലോക്ക് എന്ന് പറയുന്നത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ എൽസ് കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ കണ്ടീഷൻ എന്തായിരിക്കണം, ഫോൾസ് ആയിരിക്കണം. ദ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് cannot be used without if. ഇഫ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും എൽസ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് മാത്രം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നോ മൾട്ടിപ്പിൾ എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ അലൗഡ് വിത്ത് 1 ഇഫ്. അതായത് ഒരു ഇഫിൻ്റെ അകത്ത് ഒരുപാട് എൽസ് സ്റ്റേറ്റ്മെൻറ്റുകളും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നോക്കി ഇഫ് എൽസിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇഫ് കണ്ടീഷൻ ഓപ്പൺ ബ്രേസ് ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് സെമിക്കോളൻ ബ്രേസ് ക്ലോസ് ചെയ്തു, എൽസ് ഓപ്പൺ ബ്രേസ് ഫോൾസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ബ്രേസ് ക്ലോസ് ചെയ്തു. അതായത് ഇഫിൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ കൊടുത്ത് അത് ട്രൂ ആണെങ്കിൽ ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. അത് ഫോൾസ് ആണ്, ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് പാർട്ട് എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇഫിൻ്റെ അകത്ത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇല്ല, ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ താഴത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സിന് 2 ബ്ലോക്സ് ആണുള്ളത്. ഇഫ് ബ്ലോക്കും ഉണ്ട്, എൽസ് ബ്ലോക്കും ഉണ്ട്. ഇഫിൻ്റെ അകത്തത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ ട്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ എൽസിൻ്റെ അകത്തത് ഫോൾസ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ടുഡേയ്സ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിഫൈൻ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് എക്സാമ്പിൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിഫൈൻ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ്.